എന്താണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിഷ്പക്ഷരായിട്ടുള്ള CPM നിന്നൊക്കെ അകന്നു പോയിരിക്കുകയോ അല്ലെങ്കിൽ CPM ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പറയുന്നത് എന്താണ്? ചിലരെങ്കിലും രഹസ്യമായിട്ട് പറയുന്ന കാര്യമാണ്. അതായത് അടിസ്ഥാന വർഗ്ഗങ്ങളിൽ നിന്നും പാർട്ടി അകന്നു പോയിരിക്കുകയാണ്. അതായത് സ്ഥായിയായ ജനകീയ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായി. അപ്പോഴാണ് AK ബാലന്റെ ഈ പ്രതികരണം അതേ തലത്തിൽ നിന്നും വരുന്നത്. അദ്ദേഹം പറയുന്നതാണ് ഒരു മയപ്പെട്ട രീതിയിൽ അദ്ദേഹം പറയുന്നു. ഒന്നാം പിണറായി സർക്കാർ VSന്റെ കാലത്തെ ഭരണ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അടുത്ത രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് ജനങ്ങൾക്ക് മുന്നിലേക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ടില്ലെങ്കിൽ അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് ഒരു മുതിർന്ന നേതാവ് പറയുമ്പോൾ അതിന് ആഴമില്ലേ ശ്രീ റെജി ലൂക്കോസ്? അല്ല, ബഹുമാനപ്പെട്ട AK ബാലൻ പറഞ്ഞ ഞാൻ കേട്ടു. പക്ഷേ AK ബാലൻ അദ്ദേഹം പറഞ്ഞതിനകത്ത് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം പാർട്ടി മിഷണറി അവിടെ പല സ്ഥലത്തും പരാജയമാണെന്ന് പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. പാർട്ടി മിഷണറി അവിടെ കൃത്യമായിട്ടും അവിടെ പ്രവർത്തിച്ചു, അവിടെ നല്ല രീതിയിലുള്ള പ്രചരണം നടത്തി. പക്ഷെ അവിടെ സംഭവിച്ചതിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. അതായത് ജനങ്ങളുടെ വിഷയങ്ങളും ഈ സർക്കാരിന്റെ നേട്ടങ്ങളും ജനങ്ങളുടെ അടുത്ത് എത്തിക്കാനായിട്ട് LDF ശ്രമിച്ചപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വർഗീയതയുടെയും PV അൻവറിനെയും മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് കുറെ ചർച്ചകൾ മാധ്യമങ്ങൾ നടത്തിയത് തീർച്ചയായിട്ടും അതൊരു വലതുപക്ഷ അജണ്ടയാണ്. ആ വലതുപക്ഷ അജണ്ടയിൽ ചില മാധ്യമങ്ങൾ വീണുപോയാൽ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ പ്രചരണങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ളതിൽ 100% ഉറപ്പാണ്. അതുകൊണ്ട് അവിടെ പാർട്ടി മിഷണറി പ്രവർത്തിച്ചില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ആരോപണം ഏത് കോൺടെസ്റ്റിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്ത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഒരു എന്താ പറയുക, ഇരു മുന്നണികളും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിൽ പറയുന്നുണ്ട് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ ജനകീയ പദ്ധതികളുടെ തുടർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അതാണ് ജനങ്ങളെ സംബന്ധിച്ചും ജനങ്ങൾ സ്ഥായിയായി പറയുന്ന കാര്യമാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതെന്താണ് ഒരു മുതിർന്ന നേതാവ് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം കോട്ടിയിൽ എന്താണ് VSന്റെ കാലത്തെ ഭരണ നേട്ടങ്ങൾ, ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ. അപ്പോൾ രണ്ടാമത് ഒരു ജനങ്ങൾ തന്നെയാണ് ഏൽപ്പിക്കുന്നത് സർക്കാർ ഒരു രണ്ടാമതും ഒരു അടുപ്പിച്ചൊരു ഭരണം CPMനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പല വിമർശനങ്ങളുണ്ട്, പദ്ധതികളൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്തുതകളുണ്ട് അതിൽ. അല്ല, ഇതിനകത്ത് പറയാനുള്ള കാര്യം ഈ പരാജയത്തെ തീർച്ചയായിട്ടും അത് വിശകലനം ചെയ്യും, പാർട്ടിയെ അത് പരിഗണിക്കും. ഇപ്പം സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും കൂടുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പരാജയ കാരണങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ അത് തീർച്ചയായിട്ടും CPMനെ സംബന്ധിച്ചുള്ളത് വളരെ കൃത്യമായിട്ട് വിലയിരുത്തും. അതാണ് CPMന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ ബഹുമാനപ്പെട്ട സഖാവ് AK ബാലനെ സംബന്ധിച്ചോളം 2 മന്ത്രിസഭയിലും അംഗമായിരുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഈ അടിസ്ഥാന വർഗ്ഗങ്ങളിൽ പറയുമ്പോൾ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. ഉന്നതി, ഈ ആദിവാസി എന്ന് അല്ലെങ്കിൽ കോളനികൾ എന്ന് വിളിക്കുന്നതിന് പകരം ഉന്നതി എന്ന് പേര് മാറ്റിയ ഒരു മുൻ മന്ത്രി അങ്ങ് പാർലമെന്റിലേക്ക് പോയി. പക്ഷേ ഉന്നതിയുടെ ഗതി എന്താണ്, ആദിവാസി മേഖലകളുടെ ഗതി എന്താണ് ശ്രീ റെജി ലൂക്കോസ്? ഒരു പേര് മാറ്റം എന്നല്ലാതെ ഒരു തരത്തിൽ ഉന്നമനം ഉണ്ടാകാത്ത ഒരു മേഖലയെ അത് മാറ്റപ്പെട്ടിരിക്കുന്നു. പിന്നീട് സ്ഥായിയായ ഓരോ പ്രശ്നങ്ങൾ എടുത്തു നോക്കൂ. ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അതിനറിയാമല്ലോ, നമുക്കൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കൊട്ടിഘോഷിച്ച് കുറച്ച് നാളത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നു. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതിനുശേഷം എന്താണ് ഏറ്റവും ഒടുവിൽ ആശമാരുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട് ആശമാർക്ക് പോട്ടെ ഒരു 200 അത് നമുക്കറിയാം. അതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിലേക്ക് അങ്ങനെയൊക്കെയുള്ള ചർച്ചയ്ക്ക് വഴിവെക്കാനല്ല ഞാൻ പറയുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും ആളുകളുടെ ഒരു അമർഷം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്, തോന്നലുണ്ടാകുന്നുണ്ട് എന്നതിന്റെ ഒരു പരാമർശമായി AK ബാലന്റെ ഈ പരാമർശങ്ങളെ വെളിപ്പെടുത്തലിനെ കാണേണ്ടതുണ്ടോ? അല്ല, ബഹുമാനപ്പെട്ട AK ബാലന്റെ വിമർശനങ്ങൾ പാർട്ടി പരിശോധിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും മുതിർന്ന നേതാവാണ്, 2 തവണ കേരളത്തിന്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനങ്ങൾ തിരിച്ചു തന്നെ പാർട്ടി വിലയിരുത്തേണ്ടതാണെന്നുള്ളത് സ്വാഭാവികമാണ്. അത് പാർട്ടി ചർച്ച. പക്ഷെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട് പ്രതീക്ഷയെ. കാരണം അവിടെ ചർച്ച ചെയ്യപ്പെടാതെ മാധ്യമങ്ങളിൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയതോ അല്ലെങ്കിൽ മറന്നു വെച്ചതായോ 1-2 കാര്യങ്ങളുണ്ട് ജനങ്ങളെ സ്വാധീനിച്ചത്. അവിടുത്തെ ഈ വന്യമൃഗങ്ങളും ജനങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അവരുടെ ജീവന് ഭീഷണി, പലരും മരിച്ചു, അതുപോലെ തന്നെ അവരുടെ കൃഷിയിടങ്ങളെല്ലാം നശിപ്പിക്കുന്നു. ഈ കാര്യത്തിൽ അവിടെ ഒരു ഇന്റേണൽ ആയിട്ട് വലിയൊരു പ്രചരണം ഉണ്ടായിരുന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ യഥാർത്ഥ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ കരിനിയമത്തിനെതിരെ ഒരക്ഷരം പോലും പ്രചരിപ്പിക്കാണ്ട് അതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ മേൽ ചാർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അവിടെ വലതുപക്ഷം വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അൻവർ അവിടെ അക്കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. അൻവറിന്റെ വോട്ട് ഷെയർ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഈ വനവുമായി അവിടുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ അൻവറിനോട് വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ അൻവറും ഒരു പരിധിവരെ യുഡിഎഫിന് അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ അൻവർ അത് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ വോട്ട് LDFന് പോയി. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ വനമന്ത്രി ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, ക്ലീൻ ചീറ്റുള്ള ഒരാളാണ്, നല്ല വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ
ഒരു നിസ്സംഗത അവിടെ ആ കാര്യത്തിൽ നോക്കുമ്പോൾ അപക്വമായ അങ്ങേയറ്റത്തെ അപക്വമായ ആ സംഭവത്തിൽ നോക്കൂ, അവിടെ വന്ന് നടത്തിയ മറുപടി തന്നെ ഉണ്ടല്ലോ. കാരണം ആ 14 വയസ്സിന്റെ വാരന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു ഗൂഢാലോചന എന്നൊക്കെ പറയുമ്പോൾ ഒരു മന്ത്രിക്ക് ഡേറ്റാസ് കിട്ടാനൊക്കെ എളുപ്പമാണല്ലോ. ഒക്കെ പറഞ്ഞ് പാർട്ടിക്ക് പിന്നീട് അത് തിരുത്തേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒക്കെ നോക്കുമ്പോൾ അതൊക്കെ ആളുകൾ ചിന്തിച്ചു കാണും. തീർച്ചയായിട്ടും അതിനോട് ഞാൻ പ്രതീക്ഷ പറഞ്ഞതിനോട് യോജിക്കുന്നു. കാരണം നമ്മുടെ സമൂഹത്തിൽ അവന്റെ ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും വെല്ലുവിളി ഉയർത്തുമ്പോൾ അതിന് വസ്തുതകൾ എന്താണെന്ന് അറിയാതെ കണ്ട് ഒരു വൺ സൈഡായിട്ട് ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് ഏകശേഷിന്റെ ഭാഗത്ത് എന്ത് ഗൂഢാലോചനയാണ് അതിലൊന്നും മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു വീഴ്ച തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് തിരുത്തേണ്ട പോകുന്നത്. അതൊക്കെ ജനങ്ങളിൽ സ്വാധീനിക്കുക. അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി ഇത്തരം കാര്യങ്ങളെ അഡ്രസ് ചെയ്ത് പിന്നെ ഇടതുപക്ഷ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ മനോവീര്യം തകർക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളും സമീപനങ്ങളും അദ്ദേഹത്തിന് ഒരു നിസ്സംഗഭാവം മാറേണ്ട സമയം കഴിഞ്ഞു. ഞാനത് കഴിഞ്ഞ ഒരു ദിവസം ചർച്ചയിൽ തുറന്നു പറഞ്ഞതാണ്. കാരണം നമ്മളെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ കണ്ട് വെറും രാഷ്ട്രീയം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നിലമ്പൂർ പോലുള്ള പ്രദേശങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് സ്ഥലങ്ങളാണ്. അവിടെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ശ്രീ റജീന പ്രതികരിച്ചു. ശ്രീ